ഒരു കൃതി പൂർത്തിയാക്കുന്നത് വരെ സാർ പിന്തുടരുന്ന എഴുത്ത് പ്രക്രിയ എന്താണെന്ന് പറയാം? ഞാൻ കൈകൊണ്ടാണ്, അല്ലെങ്കിൽ കൈകൊണ്ട് പേന ഉപയോഗിച്ചിട്ടാണ് എഴുതുക എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എഴുതാറില്ല. ഇപ്പോൾ ആരും തന്നെ പേന ഉപയോഗിച്ച് എഴുതാറില്ല, എല്ലാം ലാപ്ടോപ്പിലാണ്. അതിന് സോഫ്റ്റ്വെയർ ഉണ്ട്. എല്ലാവരും തന്നെ ഇപ്പോൾ എയർമേരി അടക്കമുള്ള ആളുകളെ ഒക്കെ അടക്കമുള്ള ആളുകൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. ഞാൻ പേന ഉപയോഗിച്ചാണ് എഴുതുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്നോട് ഇപ്പോൾ കെ സി നാരായണൻ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ പഴയ എഡിറ്റർ, ഭാഷാഭൂഷൺ എഡിറ്റർ, അദ്ദേഹം മാതൃഭൂമിയിൽ ഇപ്പോൾ എഴുതുന്നുണ്ട്. മഹാഭാരതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞു നമ്മുടെ വലത് കൈയും ബ്രെയിനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ എഴുതുക, ഡിമെൻഷ്യ ഒക്കെ കുറയ്ക്കുന്നതിനായിട്ട് നമ്മുടെ ഈ വലത് കൈയും അങ്ങനെയാണ്, നമ്മുടെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പോൾ പരമാവധി എഴുതുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അതിന് മാത്രമല്ല, ഞാനൊരു 5-6 പ്രാവശ്യം തിരുത്തി എഴുതും. അപ്പോൾ ഒരു 1000 പേജൊക്കെ എഴുതിയിട്ടാണ് പിന്നെ തിരുത്തിയാണിത് വരുന്നത്. അതിനുശേഷം നമ്മൾ ഒരുപാട് പേർക്ക് നമ്മളിത് വായിക്കാൻ കൊടുക്കും. ഇപ്പോൾ സൗഹൃദയിൽ ധനേഷ് ഉണ്ട്, പിന്നെ നമ്മുടെ സൗഹൃദയിലെ സുരേഷ്, ഒക്കെ ജോണി, വിനയൻ മാഷ് നമ്മുടെ മലനാടിലൊക്കെ വായിക്കുന്ന വിനയൻ മാഷ്, പിന്നെ അൽഫോൺസോ കോളേജിലുണ്ടായിരുന്ന ഇന്ദിര ടീച്ചർ, പിന്നെ പുഷ്പ ടീച്ചർ, അങ്ങനെ ഒരുപാട് പേര്, ബാബു മൈലമ്പാടി, അങ്ങനെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നല്ല വായനയുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കും. പി ജെ തോമസ് സാറ് നമ്മുടെ നിങ്ങളെ മെക്ലോസിൽ പോകുന്ന വഴിക്കുള്ള ഇബ്സൻ്റെ നോവൽ നാടകമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, അങ്ങനെ പലരും ഇത് വായിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ അഭിപ്രായം പറയും, എങ്ങനെ വേണം, ഇത് കൂടിപ്പോയോ, അല്ലെങ്കിൽ എവിടെയാണ് പാളിച്ച, വീണ്ടും തിരുത്തും. അങ്ങനെ നോർമലി 2 കൊല്ലം എടുക്കും. 2 കൊല്ലമൊക്കെ എടുത്തിട്ടാണ് ഒരു നോവൽ അങ്ങനെയായിട്ട് വരിക. ഞാൻ 2019 ഞാൻ റിട്ടയർ ചെയ്യുന്നത്. 2018 ആദ്യത്തെ നോവൽ തുടങ്ങി. അങ്ങനെ ഒരു 2 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു നോവൽ പൂർത്തീകരിച്ച് വരുന്നത്. ഒരു 6 വർഷം കൊണ്ടാണ് 3 നോവൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു 4-ാമതൊരു നോവൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സർ, ഇപ്പോൾ സാഹിത്യ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പോൾ പുരസ്കാര നിറവിൽ നിൽക്കുമ്പോൾ ധാരാളം വിമർശനങ്ങളുണ്ടാകാം. സർ, ആ വിമർശനങ്ങളെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിമർശനങ്ങളെ നമ്മൾ വളരെ വിനയത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഒന്ന്, നമുക്ക് ഒരു വലിയ എഴുത്തുകാരനല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുള്ളത് കൊണ്ട് ഈ മേഖലയിലുള്ള വലിയ വലിയ എഴുത്തുകാരും മറ്റുള്ള ആളുകളും പറയുന്ന നിർദ്ദേശങ്ങളെ, അല്ലെങ്കിൽ വിമർശനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഭാവിയിൽ നമുക്ക് എഴുതാനായിട്ട് നമ്മളെ അത് സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എൻ്റെ പുലിതാനന്ദകരി നോവൽ, ആദ്യത്തെ നോവൽ എഴുതി ഒക്കെ ജോണി അദ്ദേഹം കേരളത്തിൽ തന്നെ ഒരു പ്രതിഭയാണ്. അദ്ദേഹം മാതൃഭൂമിയുടെ എഡിറ്റർ കൂടിയായിരുന്നു, പുസ്തകം ഇറക്കുന്നതിൻ്റെ എഡിറ്റർ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് കുഴപ്പമില്ല, അത് തിരുത്തി എഴുതുമെന്ന് പറഞ്ഞ് തിരിച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വീണ്ടും തിരുത്തി എഴുതി വീണ്ടും ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടി നോക്കിയിട്ട് അത് ഒന്നും കൂടി എഴുതാൻ പറ്റിക്കും നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും തിരുത്തിയെഴുതി ചെല്ലുകയാണ്. അതിൽ കെയർമേരിയുടെ അടുത്ത് ഇത് ഞാൻ അവതാരിക്ക് ചെല്ലുമ്പോൾ 1 കൊല്ലമാണ് അവരത് കുറേ വായിച്ചിട്ട് ഇത് കുറച്ചും കൂടി ഇതിൽ ചില കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നങ്ങനെ തിരുത്തുകയാണ്. അപ്പോൾ ഈ വിമർശനങ്ങൾ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ചെറിയ എഴുത്തുകാരനായതുകൊണ്ട് എനിക്ക് വിമർശനം ഉണ്ടായിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കളുടെ സർക്കിളിൽ തന്നെയാണ്. അപ്പോൾ അവർ സ്നേഹം കൊണ്ടേ വിമർശിക്കുള്ളൂ. ഞാനൊരു വലിയ എഴുത്തുകാരനാണെങ്കിൽ മാത്രമാണല്ലോ പൊതുരംഗത്ത് എൻ്റെ വിമർശനങ്ങൾ വരുന്നത്. അങ്ങോട്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വളർച്ച, അങ്ങനെ ഒരു സാഹിത്യകാരൻ്റെ ഒരു വളർച്ച എനിക്ക് ഉണ്ടായിട്ടില്ല. സാർ, നല്ല സാഹിത്യകാരൻ്റെ ദീർഘകാല പ്രസക്തിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യ ഘടനകൾ എന്തൊക്കെയാണ്? നല്ലൊരു ചോദ്യമാണ്. നല്ലൊരു എഴുത്തുകാരനാവാനും ഒക്കെ വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്നുള്ളത്. ഞാനും പറയും, എഴുത്തുകാരനാവാൻ മാത്രമല്ല, നമുക്കൊരു നല്ലൊരു മനുഷ്യനാവാൻ കൂടി വേണ്ടത് ഏറ്റവും വലിയ കാര്യം വായനയാണ്. എഴുത്തുകാരൻ പ്രത്യേകിച്ചും നിങ്ങൾ ആരെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എഴുത്തിൻ്റെ എന്തെങ്കിലും ഒരു പൊടിപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ എന്തായാലും നിങ്ങൾ വായിക്കണം. ഇപ്പോൾ MT നമ്മൾ മലയാള സാഹിത്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തെ ഏറ്റവും വലിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണെങ്കിലും, വടക്കൻ വീരഗാഥ, സതീയം പോലുള്ള തിരക്കഥകളാണെങ്കിലും അദ്ദേഹമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു മാതൃക, ഏറ്റവും വലിയ എഴുത്തുകാരൻ. അപ്പോൾ നമ്മൾ എഴുതുന്ന നല്ല രീതിയിൽ എഴുതി തെളിഞ്ഞിട്ടുള്ള എല്ലാ സാഹിത്യകാരന്മാരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയരഹസ്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെഴുതണം, നമ്മളേക്ക് മുമ്പ് ആരെങ്കിലും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച് എഴുതിയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് വായനയിൽ നിന്ന് കിട്ടും.
സർ, വായനാ ലോകത്തേക്ക് വരാൻ ആഗ്രഹമുള്ള നമ്മളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കുക? ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യമാണത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ വലിയൊരു കോമ്പറ്റീഷൻ്റെ ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഔപചാരികമായ വിദ്യാഭ്യാസത്തിലൂടെ, പ്രത്യേകിച്ച് മക്കളുടെ സ്കൂളിലെയോ +2 കഴിഞ്ഞിട്ടോ കോളേജിലൂടെയോ നിങ്ങൾ നേടുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ആകെ നേടുന്ന അറിവിൻ്റെ 25% മാത്രമാണ്. ബാക്കിയുള്ള 25% അറിവുകളെന്ന് പറയുന്നത് നിങ്ങൾ നേടുന്നത് വായനയിലൂടെ, എക്സ്ട്രാ കരിക്കുലർ വായനയിലൂടെയാണ്. ബാക്കിയുള്ള 25% എന്ന് പറയുന്നത് നിങ്ങൾ നേടുന്നത് അനുഭവങ്ങളിലൂടെയാണ്. ബാക്കിയുള്ള 25% നേടുന്നത് യാത്രകളിലൂടെയാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണമായ ഒരു അറിവുള്ള ഒരാളായി മാറുന്നത്. ഇപ്പോൾ നരേഷ് സാറൊക്കെ കൂടെയുണ്ട്. സാറിൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം എന്താ? അദ്ദേഹം സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, സാധാരണ സ്കൂളിൽ പഠിച്ചു വന്ന ആളാണ്. പക്ഷേ അദ്ദേഹം സെൻട്രസിലെ കുട്ടികൾക്ക് വേണ്ടി കേരളത്തിൽ കൂടി നടന്ന് ക്ലാസ് എടുക്കുകയാണ്. ഇത് അദ്ദേഹത്തിന് സ്കൂളിൽ നിന്ന് കിട്ടിയ അറിവല്ല. സ്കൂളിൽ നിന്ന് കിട്ടിയ അറിവ് ഒരുപക്ഷെ അദ്ദേഹത്തിന് 10% പോലും ഉണ്ടാവുള്ളൂ. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ 10% മാത്രമായിരിക്കും അദ്ദേഹം സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ആർജിക്കുന്നത് വായനയിലൂടെയാണ്. എനിക്ക് വായിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുക. പരമാവധി വായിക്കാം. ഒരു അരമണിക്കൂർ പുസ്തകങ്ങൾക്ക് അപ്പുറത്തുള്ളത് വായിക്കാതെ നിങ്ങൾ ഉറങ്ങരുത്. തീർച്ചയായിട്ടും ഉറങ്ങരുത്. അരമണിക്കൂർ നിങ്ങൾ നോവലോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ വായിച്ചിരിക്കണം, എന്നിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടാവും, ഉറപ്പായിട്ട് ഞാൻ പറയും. വിവർത്തനം സാറിൻ്റെ ആത്മാവിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? വിവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഏറ്റവും നല്ല മോനുദ്ദേശിച്ച ഒരു പക്ഷേ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒത്തിരി വിവർത്തന ഗ്രന്ഥങ്ങളുണ്ടല്ലോ അല്ലേ നമ്മുടെ നമുക്കിപ്പോൾ ഏറ്റവും നല്ല സാഹിത്യകൃതികൾ മലയാളത്തിൽ വരുന്ന ഒന്ന് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ നോവലുകളാണ്. നമ്മുടെ മർക്കേസിൻ്റെ ആണെങ്കിലും യോസയുടെയൊക്കെ ആണെങ്കിലും, അതുപോലെ തന്നെ ഷേക്സ്പിയർ അടക്കമുള്ള, ടോൾസ്റ്റോയ് അടക്കമുള്ള ഏറ്റവും വലിയ എഴുത്തുകാരുടെ വിവർത്തനങ്ങളില്ലേ. ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിലൊരാൾ ടോൾസ്റ്റോയാണ്. പിന്നെ ഡോസ്റ്റോവ്സ്കിയാണ്, മാക്സിം ഗോറിക്കാണ്. അവരെല്ലാം റഷ്യക്കാരാണ്. അതേപോലെ തന്നെ ഫ്രഞ്ച് സാഹിത്യകാരന്മാരുണ്ട് നമ്മുടെ. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഷേക്സ്പിയർ ലോകം കണ്ട ഏറ്റവും മഹാനായ എഴുത്തുകാരനാണ്. അപ്പോൾ അവരുടെയൊക്കെ വിവർത്തനങ്ങളെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ അറിവിനെയും, നമ്മുടെ മോനുദ്ദേശിച്ച വാക്കാണെങ്കിൽ ആത്മാവിനെയും, നമ്മുടെ ഭൗതികതയും ഒക്കെ അത് ശക്തിപ്പെടുത്തും.